Good morning. Good morning, my dear students. ഇപ്പം നമ്മളെ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് അല്ലേ? അതിൽ റെമഡീസിൽ സ്യൂട്ട് ഫോർ റിസിഷൻ, സ്യൂട്ട് ഫോർ ഡാമേജസ് രണ്ടെണ്ണം എടുത്തത്. ഡാമേജസിൽ കുറേ പോയിന്റ്സ് പഠിക്കാനുണ്ട്. എല്ലാവരും പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സാമിന് ഒരു ഡേറ്റ് പറയാനായിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും മിണ്ടി കണ്ടില്ല. എനിവേ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ക്വാണ്ടം മെറിറ്റ്. ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിന്റെ മീനിങ് എന്താണ്? ആസ് മച്ച് ആസ് ഏൺഡ്. മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം? മാക്സിമം നമ്മൾ ഏൺ ചെയ്യുന്നത്. അതായത് ഒരു ലീഗൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്കിതിനെ എടുക്കാം. പേയ്മെന്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. എന്താണ് അതിന്റെ മീനിങ്? ഒരു വർക്ക് എത്രമാത്രം ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് പേയ്മെന്റ് നടത്തുക. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ എ പേഴ്സൺ ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ ബൈ ഹിം. ഇപ്പൊ ഞാനൊരു കോൺട്രാക്ടറാണ്. ഞാൻ ഒരു വീട് ഒരാൾക്ക് പണിത് കൊടുക്കുന്നു. അങ്ങനെ തറപ്പണി കഴിഞ്ഞു, കുറച്ചും കൂടി കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് എനിക്ക് എന്ത് കിട്ടേണ്ടതാണ്? അതിന്റെ പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അതായത് വെൻ എ പാർട്ടി ടു എ കോൺട്രാക്ട് ഹാസ് നോട്ട് ഫുള്ളി പെർഫോംഡ് വാട്ട് ദ കോൺട്രാക്ട് ഡിമാൻഡ്സ്, ഹി ഓർ ഷീ കനോട്ട് ഡിമാൻഡ് പേയ്മെന്റ് ഫോർ ദാറ്റ് മച്ച് ഓഫ് ദി കോൺട്രാക്ട് ഹി ഹാഡ് നോട്ട് ഡൺ. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമ്മൾക്ക് വരാം. വീട് പണി ഞാൻ 10 ലക്ഷത്തിന്റെ വീടാണ് ഒരു കൂട്ടർ പണിയുന്നത്. എനിക്ക് 10 ലക്ഷം തന്നെ ആദ്യം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. വർക്ക് നോട്ട് ഡൺ. ചെയ്യാത്ത വർക്കിന് എനിക്ക് പൈസ തരാനായിട്ട് പറ്റില്ല. ഞാൻ എത്രയാണോ തറപ്പണി കഴിഞ്ഞു, മറ്റെന്തൊക്കെയാണോ അതിനനുസരിച്ച് എനിക്ക് ഇങ്ങനെ പൈസ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ക്വാണ്ടം മെറിറ്റ്. അതിലെന്ത് പറയാം നമുക്ക്? ഹി ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ദ വർക്ക് ഡൺ പ്രൊവൈഡഡ്. എത്ര വർക്കാണോ അതിന് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് കോമ്പൻസേഷൻ തരാൻ പറ്റും. He finds the other party preventing him from completing the full contract. At times of completion of the entire work becomes impossible. Here too he can claim compensation under ക്വാണ്ടം മെറിറ്റ്. അങ്ങനെ മുഴുവൻ വർക്ക് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിലാണ് എന്ത് പറയുന്നത്? ക്വാണ്ടം മെറിറ്റ് അപ്ലൈ ചെയ്യുന്നത്. എത്രയാണോ വർക്ക് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് ഏൺ ചെയ്യുക. ആസ് മച്ച് ആസ് ഏൺ ചെയ്യുക. അടുത്തതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലുള്ള റെമഡിയാണ് സ്പെസിഫിക് പെർഫോമൻസ്. ചില കേസുകളിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റില് ഡാമേജസ് ആർ നോട്ട് ആഡ്വക്കേറ്റ് റെമഡി ഫോർ ദ ബ്രീച്ച്. ചില കേസുകളിൽ ഡാമേജസ് എത്ര പൈസയല്ലേ നഷ്ടമായുള്ളൂ അങ്ങനെ. ഇപ്പൊ നമ്മള് ബസ്സിൽ കയറി നമ്മള് ഇങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോകണം, അല്ലെങ്കിൽ എവിടേക്കാണ് എറണാകുളം വരെ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. അങ്ങനെ ബസ്സിന് എന്തോ കേട് സംബന്ധിച്ച് പതുക്കെ പതുക്കെ പോകുന്നു. കുറേ നമുക്ക് വേഗം എത്തണം. നമുക്ക് ആകെ വിഷമായി. ബസ് ഭയങ്കര സ്ലോയില് പോണു. എന്തൊക്കെയോ പ്രശ്നം അതിന്റെ മെഷീന്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോ അവിടെ നിന്നു. സൈഡ് ഒതുക്കി ബസ് അവിടെ നിന്നു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എല്ലാവരും ഇറങ്ങ് പറഞ്ഞിട്ട് കണ്ട അടുത്ത ബസ്സിൽ നിങ്ങളെ കയറ്റി വിടാമെന്ന് പറയണം. ഉണ്ടായിട്ടില്ലേ അങ്ങനെ? അയ്യോ എത്ര പ്രാവശ്യം ഉണ്ടായിക്കണ്. ഈ ബസ്സിൽ നമ്മൾ സീറ്റൊക്കെ കിട്ടി സുഖമായിട്ട് ഇരുന്നതായിരിക്കും. എന്നിട്ട് ഒരു കണക്കിന് ഇറങ്ങി അടുത്ത ബസ്സിൽ എല്ലാവരും കൂടി തിക്കി കയറി അതിലുള്ള ആൾക്കാരെ അതിൽ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് സീറ്റ് ഒന്നും കിട്ടില്ല. അങ്ങനെ അയ്യോ ദേഷ്യം വരും അല്ലേ? അപ്പൊ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ആ ടിക്കറ്റ് നിങ്ങൾക്ക് തരാം. അവിടെ ആ ടിക്കറ്റ് കാണിച്ചാൽ മതി, പൈസ കൊടുക്കണ്ട. ടിക്കറ്റ് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ തിരിച്ചു തരാം. അല്ലെങ്കിൽ അവിടം തൊട്ട് ആ ഡെസ്റ്റിനേഷൻ വരെയുള്ള, ഇപ്പൊ തൃശ്ശൂർക്കാണെങ്കിൽ കാഞ്ഞാണിയിൽ വെച്ചിട്ടാണെങ്കിൽ കാഞ്ഞാണി തൊട്ട് തൃശ്ശൂർക്കുള്ള പൈസ നമുക്ക് തരാം. നമുക്കത് മതിയാ ശരിക്കും പറയാച്ചാ. ഡാമേജസിന്റെ കോമ്പൻസേഷൻ മാത്രം അങ്ങനെയുള്ള അതിലാണ് സ്പെസിഫിക് പറയും. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കോമ്പൻസേഷന് കോർട്ടിലേക്ക് പോകും. പോരാന്നൊക്കെ പറഞ്ഞിട്ട് കോർട്ടിലേക്ക് പോകും. മനസ്സിലായല്ലോ? In some cases, breach of contract damages are not adequate remedy for the breach. So the aggrieved party may approach the court for specific performance. Aggrieved party കോർട്ടിനെ അപ്രോച്ച് ചെയ്യും. സ്പെസിഫിക് ഇപ്പൊ ഡൈവേഴ്സ് ഒക്കെ ഭാര്യയും ഭർത്താവ് നല്ല സ്നേഹത്തിലൊക്കെ കഴിഞ്ഞിരുന്നതാണ്. ഒരു കുട്ടിയൊക്കെ ഉണ്ടായി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ തല്ലുകൂടി പിരിഞ്ഞു. ഭയങ്കര അടി ബഹളം ഇതൊക്കെ ആയിട്ട് ഇതായി. പിന്നെ നല്ല സ്നേഹം ഉണ്ടായതൊക്കെ മറന്നുപോയി. രണ്ടാളും ബന്ധശത്രുക്കളായി. എന്തുണ്ടാകും? ഭാര്യ കേസ് കൊടുക്കും. എനിക്ക് നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും.
അതോടൊപ്പം തന്നെ ജീവിക്കാനായിട്ടുള്ള പൈസ വേണം, കുട്ടീനെ നോക്കാനുള്ള പൈസ വേണം. അങ്ങനെ. അപ്പൊ ഭർത്താവ് പറയും ഇത്ര പൈസ തരാന്ന് പറയും. അപ്പൊ ഭാര്യ പറയും ഭർത്താവ് ഭാര്യ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഡൈവേഴ്സ് കഴിഞ്ഞല്ലോ. എനിവേ 2 പാർട്ടീസ് അവര് അപ്പൊ കുട്ടീനെ നോക്കാനായിട്ട് ഇത്ര രൂപ തരാന്ന് പറയും. അപ്പൊ ഇത്ര പറ്റില്ല, ഇത്ര രൂപ വേണമെന്ന് പറയും. എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ കുട്ടിയുടെ പേരും പറഞ്ഞു പോലും അവരിങ്ങനെ സ്പെസിഫിക് പെർഫോമൻസ് ഇനിയും കോമ്പൻസേഷൻ വേണമെന്നുള്ളതിൽ വീണ്ടും കേസിനൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? സ്പെസിഫിക് പെർഫോമൻസ്. അപ്പൊ പർട്ടിക്കുലർ ഡാമേജിന് മാത്രല്ല അവിടെ അത് വരുന്നത്, അതിനേക്കാളും അപ്പുറത്തായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ക്യാരിയിങ് ഔട്ട് ഓഫ് ദ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബോത്ത് ദി പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്ട്. ദ കോർട്ട് മേ ഗ്രാൻഡ് ഇറ്റ് ആൻഡ് ഡയറക്ട് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ക്യാരി ഔട്ട് ദി ഒബ്ലിഗേഷൻസ് ആസ് പെർ ദ കോൺട്രാക്ട്. അതിൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ അവർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരാൾ ഫർദർ കേസ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ കോർട്ട് എന്ത് ചെയ്യും? ഡയറക്റ്റ് ചെയ്യും ഡിഫോൾട്ടിംഗ് പാർട്ടീനെ എല്ലാ ഒബ്ലിഗേഷൻസും പെർഫോം ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ കോർട്ട് യൂസ് ദെയർ പവർ. കോർട്ടിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ചേ അനുസരിച്ചിരിക്കണം. ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആഫ്റ്റർ സ്റ്റഡിങ് ദ നേച്ചർ ഓഫ് ദി കോൺട്രാക്ട്. എങ്ങനെയായിരിക്കും ഓർഡർ ഇടുന്നത്? വെറുതെ കണ്ണടച്ചാണോ കോർട്ട് ഓർഡർ ഇടുന്നത്? സ്റ്റഡിങ് ദ നേച്ചർ ഓഫ് ദി കോൺട്രാക്ട്. ആ കോൺട്രാക്ടിന്റെ നേച്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞതില് കുട്ടീനെ നോക്കാനായിട്ടുള്ള അത് ആ കുട്ടിയുടെ പേരൻസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആ കുട്ടി എത്രമാത്രം സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം എന്നുള്ളതിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ കുട്ടിയുടെ നഷ്ടപരിഹാരം തീരുമാനിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അങ്ങനെയുള്ളതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് യൂഷ്വലി സച്ച് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ദ കോർട്ട് ഇൻ 2 ഡിഫറെന്റ് കേസസ് ഓൺലി. 2 ഇതിലാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഇഫ് ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ടു ഡിറ്റർമിൻ ദ ആക്ച്വൽ ഡാമേജസ് കോഴ്സ്ഡ് ഡ്യൂ ടു നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. അങ്ങനെ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഡാമേജസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇഫ് ദ കോമ്പൻസേഷൻ ഇൻ മണി അഗ്രീഡ് ടു ബി ഗിവൺ വുഡ് നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് റിലീഫ്. കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള പൈസ, മണി അവർക്ക് അവരുടെ റിലീഫിന് തികയാതെ വരുമ്പോൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആ കോൺട്രാക്റ്റിനെ കുറിച്ച് കാര്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം എന്ത് തീരുമാനിക്കാനായിട്ട്? കോർട്ട് ഓർഡർ കൊടുക്കാനായിട്ട്. സ്പെസിഫിക് പെർഫോമൻസ് വിൽ നോട്ട് ബി ഗ്രാൻഡഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഇന്ന് ചില കേസുകളിൽ സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻഡ് ചെയ്യാനേ പറ്റില്ല. അതായത് ഇൻ കേസ് വേർ ഡാമേജസ് പ്രൊവൈഡ് ആഡിക്വേറ്റ് റെമഡി, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡാമേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോൺട്രാക്ട് അൺസർട്ടൻ ആയിരിക്കാം, ഇനിക്വിറ്റബിൾ ടു വൺ ഓഫ് ദി പാർട്ടീസിലായിരിക്കാം, കോൺട്രാക്ട് റിവോക്കബിൾ ബൈ ഇറ്റ്സ് നേച്ചർ ആയിരിക്കാം. അതുപോലെ തന്നെ ഇൻ കേസ് വേർ ദ ട്രസ്റ്റീസ് ദംസെൽഫ് മേക്ക് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ട്രസ്റ്റീസ് ആണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോൺട്രാക്ട് പേഴ്സണൽ നേച്ചറിലുള്ളതാണ്, കോൺട്രാക്ടിന്റെ പവേഴ്സ് മെൻഷൻഡ് അതൊക്കെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ കേസിലൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള അവസരത്തിലൊന്നും അവിടെ വില പോകുകയില്ല. സ്പെസിഫിക് പെർഫോമൻസ് നമുക്ക് ചെയ്യാനേ പറ്റില്ല. അടുത്തതാണ് ഇൻജങ്ഷൻ. ഇൻജങ്ഷൻ എന്ന് പറയുന്നത് when a party to a contract makes a breach of contract by doing something which he had promised not to do, the court issues an order to restrain from doing what he had promised not to do. ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു, എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ ബ്രേക്ക് വരുത്താണ്, ആ കോൺട്രാക്റ്റിൽ ബ്രേക്ക് വരുത്താണ്. അപ്പൊ കോർട്ട് ഇടപെട്ടുകൊണ്ട് റെസ്ട്രെയിൻ ചെയ്യുന്നു, റെസ്ട്രിക്ട് ചെയ്യുന്നു ആ പാർട്ടീനെ, നീ പ്രോമിസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളത്. ലീഗൽ ലാംഗ്വേജിൽ അതിനെ പറയുന്നതാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻ കേസസ് വേർ ദ കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്, ദ കോർട്ട് യൂഷ്വലി ഗ്രാൻസ് ആൻ ഇൻജങ്ഷൻ. ഇങ്ങനെയുള്ള കേസിലൊക്കെ കോർട്ട് അങ്ങനെ പ്രത്യേകിച്ച് കോൺട്രാക്ടിന്റെ പെർഫോമൻസിനെ കുറിച്ചൊന്നും സ്റ്റഡി ചെയ്യില്ല, ഒരു ഇത് ഇൻജങ്ഷൻ ഓർഡർ ചെയ്യുകയുള്ളൂ. ഇനി റെസ്റ്റിറ്റ്യൂഷൻ ഓർ റെസ്റ്റോറേഷൻ. Restitution means restoring to the rightful owner something that has been taken away from him. ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് അത് തിരിച്ചു കൊടുക്കുന്നതാണ്. When a person gets a property or goods through false representation, the court can compel him to restore it to the person from whom he had received it. ഇപ്പൊ എനിക്ക് എൻ്റെ പേരിൽ ഒരു പാഴ്സല്, എൻ്റെ പേരിലുള്ള പാഴ്സല് വേറൊരു ടീച്ചർക്ക് തെറ്റിക്കൊടുത്തു പോസ്റ്റ്മാൻ. അങ്ങനെ തെറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് അത് വാങ്ങിയിട്ട് എനിക്കത് തരേണ്ടതാണ്. അപ്പൊ അതുപോലെ നമ്മൾ തെറ്റി ഒരാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ കമ്പൽ ചെയ്തുകൊണ്ട് അയാളിൽ നിന്ന് അത് റിസീവ് ചെയ്യേണ്ടതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് അപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. സെക്ഷൻ 64 അതിനെക്കുറിച്ച് പറയുന്നത്.
A party resigned a voidable contract, he has to restore to the other party any benefits he has received from the first party. ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറുന്നതായിരിക്കും. At times, the contract is void ab initio, but both the parties to the contract as ignorant of the fact. രണ്ട് അത് ആ കോൺട്രാക്ട് വോയിഡ് ab initio ആയിട്ട് മാറുന്നതായിരിക്കും. ബട്ട് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് റെസ്ട്രിക്ഷൻ കനോട്ട് ബി അപ്ലൈഡ് ഇൻ ഓൾ കേസസ്. എല്ലാ കേസുകളിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനും കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അതായത് ദ പ്രിൻസിപ്പിൾ ഓഫ് റെസ്റ്റോറേഷൻ കനോട്ട് ബി യൂസ്ഡ് ഇൻ കോൺട്രാക്ട്സ് വേർ പാർട്ടീസ് നോ ദാറ്റ് ദ കോൺട്രാക്ട് ഈസ് വോയിഡ്. ഓൾറെഡി കോൺട്രാക്ട് വോയിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുകയാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഒന്നും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ ദ കേസ് ഓഫ് മൈനേഴ്സ്, അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് മൈനേഴ്സ് ആണെങ്കിൽ നമുക്കറിയാലോ മൈനർക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോഴും ഈ റെസ്ട്രിക്ഷൻ പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ കേസിൽ ദ പ്രിൻസിപ്പിൾ ഓഫ് റെസ്ട്രിക്ഷൻ ഡസ് നോട്ട് അപ്ലൈ ഇൻ കേസസ് വെർ ദ പാർട്ടി ഹാസ് പെയ്ഡ് സം ഏൺസ്റ്റ് മണി ആസ് എ സെക്യൂരിറ്റി. റെസ്റ്റോറേഷൻ നമുക്ക് ഒരിക്കലും അപ്ലൈ പറ്റാത്ത വേറൊരു കേസാണ് വേർ ദ പാർട്ടി ഹാസ് പെയ്ഡ് സം ഏൺസ്റ്റ് മണി ആസ് സെക്യൂരിറ്റി. പാർട്ടി സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദ പേഴ്സൺ ഹു ഡെപ്പോസിറ്റ് ദ മണി ആസ് സെക്യൂരിറ്റി ഫെയിൽസ് ടു പെർഫോം ഹിസ് പാർട്ട് ഓഫ് ഒബ്ലിഗേഷൻ, ദ സെക്യൂരിറ്റി ഫെയിൽസ് ടു പെർഫോം. സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി എമൗണ്ട് അവർക്ക് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കേസുകളിലും റെസ്ട്രിക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് 6 മെത്തേഡ് ഏതിലെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലുള്ള റെമഡീസ്. ഇപ്പൊ ഏതൊക്കെയാണ് റെമഡീസിൽ വരുന്നത്? suit for rescission, suit for damages, suit for quantum merit, suit for specific performance, suit for injunction and restitution. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. 12ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം തൊട്ട് 13ാമത്തെ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.